ഇതാ ഇതൊക്കെ ഞാൻ ആ കൊണ്ടുവച്ച പൂക്കൾ മാത്രം ഉണ്ട്. ഒരൊറ്റ ഒന്നും നിങ്ങളാരും ചെയ്തിട്ടില്ല. എന്തിനാ നിങ്ങളൊക്കെ പറയുന്നത്? എന്തിനാണെച്ചാ വേറെ വെക്കണത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉരുത്തം കെട്ടോട്ടെ നിങ്ങള്. അല്ല അച്ഛനെ തന്നെ ഞങ്ങൾ ഒരു കണക്കിനാണ് നോക്കണത്. പിന്നെ ഇനി പൂക്കളും കൂടി നോക്കണേ ഞങ്ങ. ഞാൻ ഒരൊറ്റ ഒന്നാണ് തന്നിട്ടില്ല. നടക്ക് 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 നടക്ക്. മതി മതി, എവിടെയൊന്നും മാറ്റണ്ട. വയ്യടേ വയ്യാണ്ടൊക്കെ ആവും. ഇല്ല 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 ഇല്ല. എടാ എനിക്ക് 19 വയസ്സായി. എന്നെ നോക്കാപ്പ നീയുണ്ട്. നിന്നെ നോക്കാൻ ആരുണ്ടാവും? ആയിരിക്കണ സാധനം എന്നെ നോക്കുന്ന അച്ഛന് തോന്നണ്ടാ? എനിക്ക് തോന്നണ്ട. നോക്കില്ല. നോക്കാൻ ആദ്യം അവൻ തല നിന്ന് പൊക്കിയിട്ട് വേണ്ടേ? ഇപ്പൊക്കെ ഞാൻ അവനെ വിളിച്ചെന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ തന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കും അവൻ. ഒരു കല്ലെടുത്ത് ഒരു കല്ലെടുക്ക്. എന്തിനാണത്? ഒരൊറ്റ കയറാണ്ട് കൊടുക്ക് അവനെ. അവന്റെ തലക്ക്. അവിടുന്ന് എണീറ്റിട്ട് വേറെ ഭാഗത്തേക്ക് ഇരിക്കും. ഇല്ലെങ്കിൽ എന്താ അറിയോ, വേറെ ഇറങ്ങി പോകും. കുലിക്ക് എടുക്കേണ്ടി വരും. എനിക്കിപ്പോ എപ്പോഴും തോന്നിയേക്കണാണ് എന്റെ ഇരിപ്പ് കണ്ടിട്ട്. എന്നോടൊക്കെ എന്തോരം പറഞ്ഞിട്ടെന്താണ് നിങ്ങൾ കടമ നോക്കട്ടെ. എങ്ങള് ഒന്ന് കടന്നു നോക്കിയേ, ചാടി നോക്കിയേ. അതെ, ഞാൻ എടുത്തൊരു ചാട്ടാണ്ട് ചാടും. ചാടിയിട്ട് തണ്ടല് പൊട്ടിയിട്ടേ കട്ടില് കടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കടന്ന് തൂറും. ഈ ക്വാറന്റീൻ വരും. നീ പണ്ടേ എങ്ങോടി അച്ഛൻ ചാടാൻ പോണ ഒന്ന് കാണാൻ. ഈ വെള്ളം കൊണ്ടാന്ന് പറഞ്ഞപ്പോ എവിടെ പോയാണ്? ഒന്ന് പിടിച്ചാ അച്ഛൻ. ഞാൻ ചാടാ, എനിക്ക് കയ്യിലിരിപ്പാവും. പിടിക്കില്ലേ ഇവരെ? പിടിക്കില്ല. പിന്നെ വീഴ്ത്തുള്ള പരിപാടിയാണ്. കാലിലൊക്കെ ഇത്രയൊക്കെ പൊക്കണെന്തിനാണ്? സർക്കസാ. അങ്ങനെ മനസ്സിൽ നമ്മൾ കുറച്ച് മതി എന്ന് വിചാരിക്കും. പക്ഷെ കയ്യും കാലും ഇതിനനുസരിച്ച് പോകണ്ടേ. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? എപ്പ പറഞ്ഞാണ്? അമ്പോന്നോ? അല്ലെങ്കിൽ കഥ പറഞ്ഞ എവിടെ നടക്കാനാണ്? വേറെ പൂക്കളും കണ്ട് എന്നെ കുറെ ചീത്തം പറഞ്ഞല്ല. അടുത്താണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ശ്വാസം വിട്ട് കുടിച്ചാ മതി. മതിയാ? മതി മതി മതി. എന്താ പറയാ ഡോക്ടറോട്? അച്ഛൻ നടന്നില്ല എന്ന് പറയും. നടത്തില്ല എന്ന് പറയും. അതെ, എന്നല്ല നിങ്ങൾ നടത്തിക്കണ്ടേ. ഞാനിപ്പോ നടന്ന അത്ര നടക്കില്ല. അതാ ആ കുരുത്തം കേട്ടോനെ. വേറെ അച്ഛനും കൂടിയിട്ടല്ലേട്ടാ അവന്റെ അസുഖം വിളിച്ചു വരുത്തണ്ട. അവന്റെ ചെവി പോയിട്ട് കൂവി അവനെ എണീക്കൂല. അവന്റെ തിരികെ വെച്ചേക്കാണ് രണ്ട് ചെവി. അതാണ് ഞാൻ പറയണ. ആ കുന്ത്രാന്റെ അടുത്ത് വല്ല കുളത്തിലും കളയാൻ. കുളത്തിൽ കളയാൻ അവനോടൊന്ന് മാറ്റി വെക്കണം പറഞ്ഞു നോക്കിയാ നീ. രണ്ടെണ്ണത്തിനും കിട്ടും. എനിക്കറിയാൻ പറ്റാതല്ല. നേരം വെളുക്കുമ്പോ തൊട്ട് ഇത് എന്താണ് ഇവൻ തോണ്ടിക്കൊണ്ടിരിക്കണേ? രണ്ടാളിലെ ചോദിച്ചൂടെ? ചോദിക്കണുണ്ട് അച്ഛൻ, അപ്പോഴും മിണ്ടണില്ലല്ലോ. ഇതിൽ തന്നെ നോക്കിയിരിക്കല്ലേ? ഇല്ലെങ്കിൽ അതെടുത്ത് അടുപ്പിലിട്. അവന് തിന്നാൻ കൊടുത്തില്ലേലും കുഴപ്പമില്ല, അത് വേണം രാവിലെ തൊട്ട്. അങ്ങനെ പിടിച്ചോ. പതുക്കെ. മടിയാണേ അച്ഛന്, മടിയാണേ. അല്ലല്ല നടു ഉമ്മർത്താ വന്ന് കിടക്കണ്. നടുത്തണ്ടല് നോക്കി ഒറ്റ ചവിട്ടാണ് കൊടുക്കുക. എന്താ അച്ചാച്ചൻ കേറി പറഞ്ഞില്ലേ നീ? നീ ഇത് ഇങ്ങനെ വിലങ്ങനെ അങ്ങോട്ട് കിടന്നാലും എങ്ങനെയാണ്? എനിക്ക് അവിടെ നിന്ന് അപ്പോഴും അവിടെ കിടന്ന് നിരങ്ങണല്ലാതെ എണീക്കണ്ടെന്ന് നോക്കിയാ. എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം? ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കല്ലേ. എടാ നീ ജോലിക്ക് പോകണതും അല്ലെങ്കിൽ പോയില്ലാന്നൊന്നല്ല ഇവിടെ പറയണത്. ഞങ്ങൾ ഇത്രയും പേര് ഈ വീട്ടിലുണ്ട്. നീ നിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയാ, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു വിശേഷം നീ ചോദിക്കാറുണ്ടാ? ഇവിടെ ഉള്ള ആളുകളല്ലേ, ഞാൻ എന്ത് ചോദിക്കാനാണ് ഇവിടെ? അതെ അതെ അതെ, നിന്റെ പെങ്ങള് പ്രസവിച്ചു അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. ഇത് ഫേസ്ബുക്കിലുണ്ടായില്ല, ഞാൻ ലൈക്ക് കൊടുത്തല്ലോ. കൊടുക്കാനാണെന്നാ അടി കൊടുക്കാനാണെന്നാ വടി. അവ കൊടുക്കാനല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്? നിങ്ങൾ അകത്തോട്ട് കയറിപ്പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ. ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളോട് എന്താ സംസാരിക്കാനുള്ളത്? അതാണ് പറയണത്. നിനക്കൊന്നും ഞങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നീ വീട്ടിലല്ല താമസിക്കണത്, നീ വേറെ ലോകത്തിന്റെ ഏതോ അറ്റത്താണ്. ഞാൻ ഇന്നലെ ചാർജർ കാണാനായിട്ട് അമ്മനോട് ചോദിച്ചല്ല, ചാർജർ എന്ത് ചെയ്തു?